സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു എഡിബിൾ ഫ്ലവറാണ്. അപ്പോൾ ഇത് എൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഇസോട്ടെ ഫ്ലവർ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് എൽ സാൽവഡോർ എന്ന് പറഞ്ഞ കൺട്രിയുടെ നാഷണൽ ഫ്ലവറാണ്. പിന്നെ ഇത് യൂക്ക ഫ്ലവർ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും കണ്ടിട്ടുണ്ട്, അപൂർവമായിട്ടെങ്കിലും. പിന്നെ എൻ്റെ ശാസ്ത്രീയ നാമം യൂക്ക എലിഫന്റൈപ്പസ് എന്നാണ് പറയുന്നത്. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഇത് ഓർണമെൻ്റ് പ്ലാന്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഫ്ലവർ എഡിബിളാണ്. നമുക്കപ്പോൾ ഇതിൻ്റെ ഫുഡ് സോഴ്സായിട്ട് ഉപയോഗിക്കാം. ഫ്ലവറിൻ്റെ സ്റ്റേമൻ ഉപയോഗിക്കാറില്ല, പുറത്ത് ഇതൾ മാത്രം ഫുഡായിട്ട് ഉപയോഗിക്കുള്ളൂ എന്നാണ് പറയുന്നത്. എന്നിട്ട് സ്റ്റേമൻ ഇത്തിരി കയ്പാന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ന്യൂട്രീഷൻ പ്രൊഫൈൽ പറയുകയാണെങ്കിൽ ഫാറ്റ്, സോഡിയം, കാർബോഹൈഡ്രേറ്റ്, വിറ്റാമിൻ ഡി, കാൽഷ്യം, അയൺ ഒക്കെ ഉണ്ടെന്നാണ് ഇതിൻ്റെ പുറത്ത് എഴുതി വെച്ചേക്കണം. എന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ അതിൽ ഞാനീ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇപ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫാറ്റ്, സോഡിയം, കാർബോഹൈഡ്രേറ്റ്, വിറ്റാമിൻ ഡി, കാൽഷ്യം, അയൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ പെർസെൻറ്റേജ് വൈസ് കൂടുതൽ നോക്കുമ്പോൾ സോഡിയത്തിൻ്റെ ഇതാണ് കൂടുതൽ. പിന്നെ കാർബോഹൈഡ്രേറ്റ് 6%, പിന്നെ ഫൈബർ 4% ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് അവർ പറയുന്നത് വെച്ചാൽ ഇവർ ഈ കുപ്പിയിൽ എത്ര ഇസോട്ടെ ഫ്ലവർ അതിൻ്റെ ഒരു തൂക്കം വെച്ചിട്ട് അതിൻ്റെ ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഇൻഡിവിജ്വലായിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിരിക്കില്ല, എന്നാലും ഒരു ഉദ്ദേശക്കണക്കാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ തെറപ്യൂട്ടിക് പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി ഉണ്ട്. അപ്പം അതിൻ്റെ പിയർ റിവ്യൂഡ് സ്റ്റഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇനി നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്ലവർ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഒരു ഇതുള്ള ഞാൻ വേണമെങ്കിൽ കാണിക്കാം. ഇത് ഇതേപോലെ ഇരിക്കും. ഇത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ സ്റ്റേമൻ എടുത്ത് കളയണമെന്നാണ് പറയണം. ഇത് ഈ ഇതൾ മാത്രമായിട്ടാണ് ഭക്ഷ്യമൊക്കെ എന്ന് പറയുന്നത്. അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇതിപ്പോൾ ഉപ്പിലിട്ടതാണ്. ഇതിങ്ങനെ ഇതാണ് ഇതിൻ്റെ ഇതെല്ലാം. ഇതൊന്ന് ടേസ്റ്റ് നോക്കാം. ഇതിന് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. ഒരു സവളയുടെ ഒക്കെ പോലെ, പക്ഷേ സവളയുടെ അത്രയും പഞ്ചില്ല. അപ്പോൾ ഇത് മെയിനായിട്ട് ഈ സാൽവഡോർ, സെൻട്രൽ അമേരിക്കയിലൊക്കെ സാൻഡ്വിച്ചസിനോടൊപ്പം പിന്നെ മറ്റേ ഓംലെറ്റിൻ്റെ ഒപ്പമൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ മലയാളിക്ക് വേണമെങ്കിൽ തുറമിച്ച് കൂട്ടാം. പിന്നെ ഇത് ഫ്രോസൺ ആയിട്ടും മേടിക്കാൻ കിട്ടും കേട്ടോ. ഞാൻ അതും കാണിക്കാം ഇപ്പം തന്നെ. ഫ്രോസൺ ആയിട്ട് ഇതാണ്. ഇത് നമ്മുടെ ഈ ഹിസ്പാനിക് മാർക്കറ്റുകളിലൊക്കെ, ലറ്റിനോ ഫുഡൊക്കെ വിൽക്കുന്ന കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. ഇത് അവർ സൗത്ത് അമേരിക്കയിൽ നിന്ന് ഒരുപാട് ഫ്രോസൺ ഫുഡ്സ് നോർത്ത് അമേരിക്കയിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കശുമാങ്ങ തൊട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് വരെ അവരെല്ലാം ഫ്രോസൺ ആയിട്ട് കൊടുക്കണമെന്ന് വെക്കുന്നുണ്ട്, എന്നിട്ട് പ്രിസർവേറ്റീവ് അടിക്കാതെ. അപ്പോൾ ഓർഗാനിക് എന്നുള്ള രീതിയിൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. ഇതുപോലെ തന്നെ ഇരിക്കും. പിന്നെ ഫ്രോസൺ ആകുമ്പോൾ ഇത്തിരി പഴുതായിരിക്കും. അപ്പം ഇത്തിരി പഴുത്തതിൻ്റെ ചെറിയ ഡിസ്കളറേഷനൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് യൂക്ക എലിഫന്റൈപ്പസ്. അപ്പം നമ്മുടെ നാട്ടിൽ ഉണ്ടാണ്. ഇതിപ്പോൾ ഈ ഏതാണ്ട് ഒരു കൈതട പൂവിലേക്ക് ഇരിക്കും. ഞാൻ ഏതായാലും അതിൻ്റെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു ലൈവ് ചെടി എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാൻ ഈ വീഡിയോയോട് അറ്റാച്ച് ചെയ്ത് ഇട്ടേക്കാം. എന്തായാലും നമ്മുടെ നാട്ടിലുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതും ഫുഡ് സോഴ്സായിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. നമ്മളത് വേസ്റ്റാക്കി കളയണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇതുപോലെ ഫ്രോസൺ ഫുഡ്സിൻ്റെ സാധ്യതകളും ബിസിനസ് സാധ്യതകളും എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുക, നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കുക. ഭക്ഷ്യസ്ഥാപനത്തിനൊക്കെ ഒരു പരിധിവരെ അത് പരിഹാരമായിട്ട് മാറും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇസോട്ടെ ഫ്ലവർ അല്ലെങ്കിൽ യൂക്ക ഫ്ലവറിനെ പറ്റിയുള്ള വിശേഷങ്ങൾ.